അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവരെല്ലാം ഏത് മദ്ഹബിന്റെ ആളുകളായിരുന്നു എന്നൊക്കെ പ്രത്യക്ഷത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അക്കാലത്തൊന്നും മദ്ഹബ് ഉണ്ടായിട്ടില്ല, മദ്ഹബിനെ തഖ്ലീദ് ചെയ്യൽ ഉണ്ടായിട്ടില്ല, മദ്ഹബിനെ തഖ്ലീദ് ചെയ്യലും ഒരു പുത്തൻ രീതിയാണ് എന്നൊക്കെ പലരും സംശയിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ എന്താണ് മദ്ഹബ് എന്നും മദ്ഹബിന്റെ സാഹചര്യം എന്താണെന്നും മദ്ഹബ് സംബന്ധമായി അതിന്റെ ചരിത്രങ്ങളും മറ്റും കൂടുതൽ മനസ്സിലാക്കാത്തതും കൊണ്ട് മാത്രമാണ് വഹാബികളും അതുപോലെയുള്ള മൗദൂദികളുമെല്ലാം തന്നെ ഇത്തരം സംശയങ്ങൾ ചോദിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ മദ്ഹബ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിമാരുടെ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നാലിന്ന സഹാബിയുടെ മദ്ഹബ് എന്നിങ്ങനെ വേർതിരിച്ചുകൊണ്ട് ഇന്ന് ഷാഫിഈ മദ്ഹബ്, ഹനഫി മദ്ഹബ്, ഹംബലി മദ്ഹബ് എന്നിങ്ങനെ വേറെ വേറെ രചനകളും പ്രത്യേകമായ രീതികളും നിലനിൽക്കുന്നത് പോലെയുള്ള ഒരു സാഹചര്യം അന്ന് ഉണ്ടായിട്ടില്ല. കാരണം അന്ന് മദ്ഹബിന്റെ ഇമാമുമാരായിക്കൊണ്ട് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. സഹാബിമാർ മുഴുവനും മുജ്തഹിദുകളാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെടുന്നത്. അതിനർത്ഥം അവർ ഓരോരുത്തരും ഓരോ മദ്ഹബിന്റെയും ആളുകളാണ് എന്നാണ്. അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്ന ഹദീസിലൂടെ സൂചിപ്പിക്കുന്നതും ഇക്കാര്യമാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മീസാനുൽ കുബ്രയിൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്നു ഖൽദൂൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഖദ്ദിമയിലും അതുപോലെ തന്നെ അസ്കലാനി അവിടുത്തെ വിവിധ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലുമെല്ലാം വിശദീകരിച്ചതുപോലെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഗവേഷണയോഗ്യരായ ഇമാമുമാർ വഫാത്താവുകയും അതിന് കഴിവുള്ള ഇമാമുമാർ പറ്റ ചുരുങ്ങി വരികയും ചെയ്ത സന്ദർഭത്തിലാണ് മദ്ഹബ് ക്രോഡീകരണം എന്നൊരു ഭാഗത്തേക്ക് അന്നത്തെ ഉലമാ തിരിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ക്രോഡീകരിക്കപ്പെട്ട മദ്ഹബുകളായി ഇന്ന് നിലനിൽക്കുന്നത് 4 മദ്ഹബുകൾ മാത്രമാണ്. അപ്പൊ സഹാബത്തിന്റെ കാലത്ത് മദ്ഹബ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം സഹാബിമാർ മുഴുവനും മുജ്തഹിദുകളായിരുന്നു. എന്നാൽ സഹാബികൾ മുഴുവനും മുജ്തഹിദുകളായിരുന്നില്ല, അവരിൽ മുജ്തഹിദുകളും മുഖല്ലിദുകളും ഉണ്ടായിരുന്നു എന്ന അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട അസ്കലാനി റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹും എല്ലാം തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മദ്ഹബിനെ തഖ്ലീദ് ചെയ്യൽ എന്നുള്ളത് പിൽക്കാലത്തുണ്ടായ ഒരു പുത്തൻ രീതിയല്ല, സഹാബിമാരുടെ കാലത്തും താബിഈങ്ങളുടെ കാലത്തുമെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. മദ്ഹബ് സംബന്ധമായ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ആ കാര്യം ബോധ്യപ്പെടും. ബഹുമാനപ്പെട്ട ഇബ്നു ഖൽദൂൻ എന്നവർ മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂനിൽ ഇത് സംബന്ധമായി കൊണ്ട് കൂടുതൽ വിവരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വിഷയ സംബന്ധമായി ചർച്ചകൾക്ക് അവസരമില്ലെങ്കിൽ, അതായത് സാഹചര്യമില്ലെങ്കിൽ, ആളുകൾക്കൊന്നും പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. സമയം വളരെ വൈകിട്ടുണ്ടല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ 4 മദ്ഹബാണ് ഇവിടെ ക്രോഡീകരിക്കപ്പെട്ട മദ്ഹബ് എന്ന് പറഞ്ഞു. അതിനുശേഷം വന്ന ഈ മദ്ഹബിന്റെ ഇമാമുകൾക്ക് ശേഷം വന്ന ഒരുപാട് പണ്ഡിതന്മാര്, ബഹുമാന്യരായ ഷാഫി മദ്ഹബിലെ ഇമാം നവവി, ഇമാം റാഫി റളിയല്ലാഹു അൻഹുമ, ഇവരെ പോലത്തെ പണ്ഡിതന്മാര് ആ മദ്ഹബിൽ തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാത്ത അഭിപ്രായങ്ങൾക്ക് വളരെയധികം പരിഗണന നൽകി തർജീഹ് നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സ്വാഭാവികമായിട്ടും 4 മദ്ഹബിന്റെ ഇമാമുമാർ ഒരു ഉസൂൽ ഉണ്ടാക്കി, ആ ഉസൂൽ അനുസരിച്ച് പിന്നെ ശേഷമുള്ള പണ്ഡിതന്മാർ, ആ മദ്ഹബിലെ ഇമാമുമാർ വേറെ ആ മദ്ഹബിൽ അഭിപ്രായം പറഞ്ഞ ആ ഉസൂല് ഒരിക്കലും വിട്ട് അതേ ഉസൂൽ നിന്നുകൊണ്ട് എന്നതല്ലേ എന്നാണ് നമുക്കുള്ള സംശയം. കാരണം മദ്ഹബിനെ കുറിച്ചുള്ള ഒരു ചർച്ചയായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൽ ഒരുപാട് സംശയങ്ങൾ കടന്നു വരുന്നുണ്ട്. കാരണം ഇമാം നവവി, റാഫിയൊക്കെ ഇമാം ഷാഫി മദ്ഹബിലെ വളരെ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഷാഫി ഇമാമിനെതിരായിട്ട് ചില വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറഞ്ഞായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഷാഫി ഇമാം 4 മദ്ഹബ് എന്നാണ് ഉദ്ദേശിക്കുന്നത് 4 ഉസൂലല്ലേ, ആ ഉസൂൽ അനുസരിച്ച് പിന്നീടുള്ള പണ്ഡിതന്മാർ നീങ്ങി ഈ ഉസൂലല്ലേ ഈ 4 മദ്ഹബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഉള്ള സംശയം. അത് ഉസ്താദ് വിശദീകരിച്ചാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബാവ എന്ന ഐഡിയിലുള്ള സഹോദരൻ ചോദിച്ചത് നാം കേട്ടല്ലോ. തീർച്ചയായും അത് തന്നെയാണ് കാര്യം. പലപ്പോഴും നമ്മുടെ വിരോധികൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയ വിഷയവും ഇത് തന്നെയാണ്. മദ്ഹബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഓരോ മസ്അലകളും എന്നല്ല. അത് ഷാഫി മദ്ഹബാണെങ്കിലും മറ്റേത് മദ്ഹബാണെങ്കിലും മദ്ഹബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
തീർച്ചയായും മദ്ഹബിന്റെ ഉസൂലുകൾ തന്നെയാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു രചിച്ച അർ-റിസാല എന്ന ഗ്രന്ഥം, അതുപോലെ തന്നെ മറ്റ് മദ്ഹബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഓരോ മസ്അലകളും എന്നല്ല, മറിച്ച് ഖിയാമത്ത് നാൾ വരെ വരുന്ന സർവ്വ വിഷയങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ പര്യാപ്തമായ ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ ഹദീസിൽ നിന്നും അതുപോലെ തന്നെ ഇജ്മാഇന്റെയും ഖിയാസിന്റെയും എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ സർവ്വ വിഷയങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു നിദാന ശാസ്ത്രം. ഈ നിദാന ശാസ്ത്രമാണ് മദ്ഹബിന്റെ ആണിക്കല്ല്. അവ നേരത്തെ പറഞ്ഞ വിഷയം പൂർത്തീകരിക്കുകയാണ്. മദ്ഹബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും അതിന്റെ ഉസൂല് തന്നെയാണ്. ഈ ഉസൂല് വിട്ടുകൊണ്ട് മദ്ഹബിലുള്ള ഇമാമുമാർ അഭിപ്രായം പറയുമ്പോഴാണ് ആ അഭിപ്രായത്തെക്കുറിച്ച് വജുഹുൻ ഷാദ് എന്ന് പറയുന്നത്. വജുഹുൻ ഷാദ് യഥാർത്ഥത്തിൽ മദ്ഹബിൽ പരിഗണിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് 4 മദ്ഹബിന്റെയും നിയമം. ഈ വജുഹുൻ ഷാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഷാഫിഈ മദ്ഹബിൽപ്പെട്ട ഒരു ഇമാമ് ഷാഫിഈ ഉസൂല് വിട്ടുകൊണ്ട് അഭിപ്രായം പറയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹനഫി മദ്ഹബിൽപ്പെട്ട ഒരു ഇമാമ് ഹനഫി ഉസൂല് ഒഴിവാക്കിക്കൊണ്ട് അഭിപ്രായം പറയുക എന്നുള്ളതാണ്. ആ മദ്ഹബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫതുഹുൽ മുഈനിലോ തുഹഫത്തുൽ മുഹ്താജിലോ മറ്റേതെങ്കിലും കിതാബുകളിലോ എണ്ണി പറഞ്ഞ മസ്അലകൾ എന്നതല്ല, മറിച്ച് ആ മസ്അലകളെല്ലാം തന്നെ ഖുർആനിൽ നിന്നും മറ്റ് പ്രമാണങ്ങളിൽ നിന്നും നിർദ്ധാരണം ചെയ്തെടുക്കാനുള്ള അതിന് പര്യാപ്തമായ അതിന് പാകമായ തരത്തിലുള്ള ഉസൂൽ എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പോയിന്റ് മനസ്സിലാക്കുന്ന വിഷയത്തിൽ വഹാബികൾക്ക് കാര്യമായ അബദ്ധം സംഭവിച്ചതുകൊണ്ട് പലപ്പോഴും മദ്ഹബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇങ്ങനെയുള്ള പല വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് സുന്നികൾ ആക്ഷേപിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് എന്താണ് മദ്ഹബ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് വ്യക്തമായി മനസ്സിലാവാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായും ഷാഫിഈ മദ്ഹബാണെങ്കിലും മറ്റേത് മദ്ഹബാണെങ്കിലും മദ്ഹബ് എന്നതുകൊണ്ട് കാര്യമായും ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് പ്രധാനമായി കൊണ്ടും ഉദ്ദേശിക്കുന്നത് ഉസൂല് തന്നെയാകുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഹലോ, അസ്സലാമു അലൈക്കും. ഉസൂല് തന്നെയാണ് മദ്ഹബ് എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ ബഹുന്തരായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകള് പൊതുവെ നമ്മൾ ഷാഫി മദ്ഹബിൽ ഉദ്ധരിക്കാറില്ലല്ലോ. അതിനുശേഷം വന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ ഇമാം നവവി, ഇമാം റാഫി അവരുടേതാണല്ലോ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായങ്ങളിൽ അത് തെർജീഹാക്കാനുള്ള ആ അവകാശം ഏത് പണ്ഡിതന്മാർക്കാണെന്ന് വിശദീകരിച്ചാണ്. ഉസ്താദ് വിശദീകരിച്ചതിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകള് സാധാരണഗതിയിൽ നമ്മൾ ഉദ്ധരിക്കാറില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകൾ മുതാല ചെയ്ത് അതിലുള്ള മസ്അലകൾ തർജീഹ് ചെയ്യാനുള്ള അവകാശം അത് നമ്മളായിപ്പോഴത്തെ പണ്ഡിതന്മാർക്കോ അതല്ലെങ്കിൽ ആളുകൾക്കുണ്ടോ എന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ. അസ്സലാമു അലൈക്കും. ഉസ്താദേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു മസ്ഹബ് പിൻപറ്റാൻ പറഞ്ഞതായിട്ടുണ്ടോ? നബി സല്ലല്ലാഹു ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുല്ലാഹ് എന്നല്ലേ? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നെറ്റിനെന്തോ കാര്യമായ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്ക് ഡേസിയാകുന്നതും പെട്ടെന്ന് മൈക്ക് കിട്ടാത്തതും. നമ്മൾ മസ്അല പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകൾ ഉദ്ധരിക്കാറില്ല. പിന്നീട് വന്ന മദ്ഹബിലുള്ള ഇമാംമാരുടെ ഗ്രന്ഥങ്ങളാണ് നാം ഉദ്ധരിക്കാറുള്ളത്. ഇതാണ് നാം അടിസ്ഥാനപ്പെടുത്താറുള്ളത്. അതെന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ മദ്ഹബിലെ ഇമാംമാരുടെ അഭിപ്രായങ്ങളെ തർജീഹ് ചെയ്യൽ, ഇത് സംബന്ധമായുള്ള വിവരണം, ഈ 2 വിഷയങ്ങളാണ് നമുക്കിപ്പോ നടത്തേണ്ടത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മസ്അലകൾ എണ്ണി പറഞ്ഞ കിതാബുകൾ ഇന്ന് ബഹുമാനപ്പെട്ട ഇമാം അവരുടെ കിതാബുകൾ ലഭിക്കുന്ന കൂട്ടത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് റിസാലത്തു ഷാഫിഈ, അതുപോലെ തന്നെ അൽ ഉമ്മ്, അതുപോലെ തന്നെ ഇഖ്തിലാഫാത്തുൽ അഹാദീസ് എന്നിങ്ങനെ ഏതാനും ചില കിതാബുകൾ മാത്രമാണ്. ഈ ഗ്രന്ഥങ്ങളിൽ തന്നെ മസ്അലകൾ എണ്ണി പറയുന്ന സ്വഭാവമുള്ളത് അൽ ഉമ്മിന് മാത്രമാണ്. ഈ ഉമ്മിന്റെ സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഉമ്മ പരിശോധിക്കുമ്പോൾ നമുക്കൊക്കെ ബോധ്യപ്പെടും. അതിൽ യഹ്റുമു എന്നോ അതല്ലെങ്കിൽ യുക്റഹു എന്നോ യുസന്നു എന്നോ പിൽക്കാല ഇമാമാരുടെ ഗ്രന്ഥങ്ങളിൽ ഓരോ നിയമങ്ങളും കൃത്യമായി പറഞ്ഞ അതേ രൂപത്തിൽ പറയുന്ന സ്വഭാവമല്ല. ഇന്നി ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു, അതല്ലെങ്കിൽ ലാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അതിന്റെ ഹുക്കം എന്താണെന്ന് ബഹുമാനപ്പെട്ടവർ അവിടെ കൃത്യമായി കൊണ്ട് പറയാറില്ല.
അങ്ങനെയുള്ള ഒരു രീതിയാണ് ഉമ്മിനുള്ളത്. എന്നാൽ പിൽക്കാല ഉലമാഇന്റെ കിതാബുകൾ പരിശോധിക്കുമ്പോൾ ഏത് വിഷയങ്ങളാണെങ്കിലും ഏത് ഹുക്കുമുകളാണെങ്കിലും കൃത്യമായിക്കൊണ്ട് വിവരിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ഏതൊരു വിഷയവുമായി ബന്ധപ്പെട്ട ഫിഖ്ഹ് നിയമങ്ങൾ മനസ്സിലാക്കുമ്പോഴും അത് എളുപ്പത്തിലും കൃത്യമായിക്കൊണ്ട് ലഭിക്കാൻ ഏറ്റവും സൗകര്യമുള്ളത് പിൽക്കാല ഉലമാഇന്റെ ഗ്രന്ഥങ്ങളാണ്. മാത്രമല്ല മദ്ഹബിൽ കഴിഞ്ഞുപോയ ഇമാമുമാരുടെ അഭിപ്രായങ്ങൾ, ഈ ഇമാമുമാരുടെ അഭിപ്രായങ്ങൾ റാജിഹ് ഏതാണ് മർജൂഹ് ഏതാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് റാജിഹും മർജൂഹും വേർതിരിക്കുവാനുള്ള അധികാരം ഫത്വ തർജീഹിന്റെ മുജ്തഹിദ് എന്ന മർത്തബയിലുള്ള ആ സ്ഥാനത്തുള്ള മുജ്തഹിദിന്റെ അവകാശമാണ്. അവർക്ക് മാത്രം ചെയ്യേണ്ടുന്ന, അവർ മാത്രം പ്രവർത്തിക്കേണ്ടുന്ന കാര്യമാണ് തർജീഹ് എന്നുള്ളത്. അതായത് ഓരോ ഇമാമുമാരുടെയും അഭിപ്രായങ്ങൾ പരിശോധിക്കുക, ദലീലുകളുടെ അടിസ്ഥാനത്തിൽ ഏത് അഭിപ്രായമാണ് ഏറ്റവും മുൻപന്തിയിലുള്ളത് എന്ന് തീരുമാനിക്കുക. ഇത് ഫത്വ തർജീഹിന്റെ മുജ്തഹിദിന്റെ പ്രവർത്തനമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായിക്കൊണ്ട് ഫതാവുൽ കുബ്രയിലും അതുപോലെ തന്നെ തുഹഫത്തുൽ മുഹ്താജിലും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മദ്ഹബിന്റെ മുഹരിർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം നവവിയും ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുമ, ഈ രണ്ടു പേരുടെയും കാലത്തിനു ശേഷം ഫത്വ തർജീഹിന്റെ മുജ്തഹിദ് എന്ന പദവിയിലുള്ള ഒരാൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മദ്ഹബിന്റെ മുഹരിറുകളായിക്കൊണ്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള പിൽക്കാല ഉലമാക്കളെല്ലാം തന്നെ ഒത്തുസമ്മതിച്ചിട്ടുള്ള ഇമാം നവവിയും ഇമാം റാഫിഈയുമാണ് റളിയല്ലാഹു അൻഹുമ. ഇവരാണ് മദ്ഹബിലെ അഭിപ്രായങ്ങളെ പരിശോധിച്ചുകൊണ്ട്, വിവിധ കൗലുകളെ പരിശോധിച്ചുകൊണ്ട് റാജിഹും മർജൂഹും തീരുമാനിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മദ്ഹബിന്റെ മുഹരിറുകൾ എന്ന് ഈ രണ്ട് ഇമാമുമാരെ കുറിച്ചും പറയപ്പെടുന്നതും. അതായത് മുജ്തഹിദിന്റെ ഗവേഷണ യോഗ്യരായ പണ്ഡിതന്മാരുടെ സ്ഥാനം പലതരത്തിലാണ്. മുജ്തഹിദ് മുത്തലഖ്, മുജ്തഹിദ് മുന്തസിബ്, മുജ്തഹിദും ഫിൽ മദ്ഹബ്, ഫത്വ തർജീഹിന്റെ മുജ്തഹിദ് എന്നിങ്ങനെ പല വകുപ്പുകളിലായിക്കൊണ്ട് മുജ്തഹിദുകളുടെ വകുപ്പുകളെ, ഇനങ്ങളെ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹും അതുപോലെയുള്ള മറ്റ് ഇമാമുമാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഫത്വ തർജീഹിന്റെ മുജ്തഹിദ് എന്ന ഈ പദവിയിലുള്ളവരാണ് ഈ തർജീഹ് നടത്തേണ്ടത്. ഈ തർജീഹ് നടത്താനുള്ള യോഗ്യത ഇമാം നവവിക്ക് ശേഷം ഇമാം റാഫിക്ക് ശേഷം റളിയല്ലാഹു അൻഹുമ പിന്നീട് വന്ന ഉലമാഇനൊന്നും തന്നെ ഇത് സാധിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു. പിന്നീട് വന്ന ഉലമാക്കളെല്ലാം തന്നെ വെറും നാഖിലീങ്ങൾ മാത്രമാണ്. നാഖിലീങ്ങളും ഹാഫിലീങ്ങളും, അതായത് മുൻഗാമികളാകുന്ന അഇമ്മത്തിന്റെ വാക്കുകളെ ഉദ്ധരിക്കുകയും കിതാബുകളിലും മറ്റുമായിക്കൊണ്ട് അതിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. ഇതാണ് മദ്ഹബ് സംബന്ധമായിക്കൊണ്ടും തർജീഹ് സംബന്ധമായിക്കൊണ്ടും നാം മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും മദ്ഹബ് പിൻപറ്റാൻ പറഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ തന്നെ കാണുന്നത് ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും എന്നാണല്ലോ. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞേക്കൊള്ളാം. മദ്ഹബ് പിൻപറ്റണം എന്നുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ തന്നെ ആഹ്വാനമാണ്. മദ്ഹബ് സ്വീകരിക്കണം എന്നുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ തന്നെ ആഹ്വാനമാണ്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾ ഖുർആനിലും ഹദീസുകളിലും മറ്റ് പ്രമാണങ്ങളിലും ഗവേഷണം ചെയ്തുകൊണ്ട് നിയമങ്ങൾ കണ്ടെത്താൻ സാധിക്കാത്തവരാണെങ്കിൽ അത് സാധിക്കുന്ന ആളുകളെ നിങ്ങൾ അനുകരിക്കണം, അംഗീകരിക്കണം എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മദ്ഹബിനെ സ്വീകരിക്കണം എന്നുള്ളത്, മദ്ഹബിനെ അംഗീകരിക്കണം എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ തന്നെ ആഹ്വാനം ചെയ്ത വിഷയമാണ്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിലുണ്ടായിരുന്ന ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് എന്നല്ലേ ഉള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യം കൂടി ഉണ്ട്. അതന്നെ മദ്ഹബ് സ്വീകരിക്കണം എന്നാണ് ആ ആയത്തിനെ അറിയിക്കുന്നത്. മദ്ഹബ് സ്വീകരിക്കണം എന്നാ. നിങ്ങൾ എന്നെ തൃപ്തി, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ തൃപ്തിപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുക എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിൻപറ്റുക എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിൻപറ്റണമെങ്കിൽ എന്ത് വേണം? എന്താണ് സുന്നത്ത് എന്നറിയണം. റസൂലുള്ളാഹിന്റെ ചര്യ എന്താണെന്ന് അറിയണം. ആ ചര്യ അറിയണമെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഉലമാക്കളൊക്കെ പറഞ്ഞത് നോക്കുകയും വേണം. അതാണ്. അപ്പൊ ആ ആയത്ത് തന്നെ മദ്ഹബ് സ്വീകരിക്കാനുള്ള തെളിവാണ് എന്ന് 100% സുന്നി മനസ്സിലാക്കുക. ഇനി കൂടുതൽ വിശദീകരിച്ചിട്ട്. ഹലോ, നേരത്തെ എന്റെ വിശദീകരണത്തിന് ആ ഭാഗം വിട്ടുപോയതാണ്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് വിശദീകരിച്ചതുപോലെ പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്തിബാഅ് ചെയ്യണം.
ഇതാണ് നമ്മുടെ അടിസ്ഥാന വിഷയം. പക്ഷേ ഈ ഖുർആനെ ഇത്തിബാഅ് ചെയ്യുക, റസൂലിനെ ഇത്തിബാഅ് ചെയ്യുക, ഈ കാര്യം എങ്ങനെ നടക്കും? ഖുർആൻ അംഗീകരിക്കണമെങ്കിലും റസൂൽ ഇത്തിബാഅ് ചെയ്യണമെങ്കിലും എന്താണ് ഖുർആനിലുള്ളത്, എന്താണ് പ്രവാചകരുടെ സുന്നത്തിലുള്ളത്, ഹദീസുകളിലുള്ളത് എന്ന് മനസ്സിലാക്കണം. ഇത് കൃത്യമായും തെറ്റുകൂടാതെ മനസ്സിലാക്കുവാനുള്ള വഴിയായിക്കൊണ്ടാണ് മദ്ഹബുകളെ മഹാന്മാരാകുന്ന ഇമാംമാർ ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ മദ്ഹബ് എന്നുള്ളത് ഖുർആനിന്റെയും ഹദീസിന്റെയും വിരുദ്ധമായിക്കൊണ്ട്, അതല്ലെങ്കിൽ ഖുർആനിനും ഹദീസിനും അതീതമായിക്കൊണ്ട് ഒരു മൂന്നാമത്തൊന്നല്ല. മറിച്ച് ഖുർആനിന്റെയും ഹദീസിന്റെയും ആ പ്രായോഗിക രൂപം, അതെങ്ങനെ സാധാരണക്കാരായ ആളുകൾ ഖുർആനിലും ഹദീസിലുമുള്ള നിയമങ്ങളെ മനസ്സിലാക്കും, അതെങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും, ഇതിന്റെ പ്രായോഗിക രൂപമാണ് യഥാർത്ഥത്തിൽ മദ്ഹബിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ മദ്ഹബ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും വിശദീകരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിൻപറ്റണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഇത്തിബാഅ് എങ്ങനെ സാധിക്കും? ഈ ഇത്തിബാഅ് തെറ്റുകൂടാതെ സാധിക്കുവാനുള്ള മാർഗമാണ് മദ്ഹബ് എന്നുള്ളത്. മദ്ഹബിലൂടെ നമുക്ക് സാധിക്കുന്നത് ഖുർആനിനോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇത്തിബാഉം ഇഖ്തിദാഉമാണ്, ഇതല്ലാത്ത ഒന്നല്ല. ആൻസർ ഞാൻ ക്ലിയർ ആയി കേട്ടില്ല, പക്ഷെ എന്നാലും കുറച്ചു ഭാഗം കേട്ടതിൽ നിന്ന് തന്നെ ഞാൻ ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാഅ് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇമാം ഷാഫി അലൈഹി നാലാലൊരു മദ്ഹബ് പിന്തുടർന്നില്ലെങ്കിൽ അവൻ മുതലും നാലുമാണെന്നൊക്കെ ആണല്ലോ പറഞ്ഞു കേൾക്കാറ്. അപ്പൊ അതൊക്കെ വരുമ്പോ, അങ്ങനെ വരുമ്പോ ഇസ്ലാമിക വിരുദ്ധമായ ഒരു ചേരിയിലേക്ക് മാറുന്നൊരു രീതിയാണ്. കാരണം ഇമാം ഷാഫി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഞാൻ എഴുതി വെച്ചതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് മറ്റു സഹിഹായ ഹദീസ് കിട്ടുകയാണെങ്കിൽ അത് പിന്തുടരണമെന്നാണ്. അപ്പൊ അവര് പോലും അങ്ങനെ ഒരു ശക്തമായൊരു ഇത് വാദം പിടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വാദം പിൽക്കാലത്ത് ഉണ്ടായത്? യഥാർത്ഥത്തിൽ മദ്ഹബ് പിൻപറ്റുക എന്നുള്ളത് പിൽക്കാലത്തുണ്ടായ വാദമല്ല. മദ്ഹബിനെ നിഷേധിക്കുക എന്നുള്ളത് ക്രിസ്താബ്ദം 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്തായിക്കൊണ്ട് മാത്രം ലോകം കേട്ട ഒരു ശബ്ദമാണ്. അതിനു മുമ്പ് കഴിഞ്ഞുപോയ സർവ്വവരും മദ്ഹബിനെ അംഗീകരിക്കുന്നവരായിരുന്നു. ഇവിടെ വിശദീകരണത്തിൽ വിശദീകരിച്ചതുപോലെ വഹാബികൾക്ക് ഏറ്റവും സ്വീകാര്യനാകുന്ന ഇബ്നു തൈമിയ ഹംബലി മദ്ഹബുകാരനായിരുന്നു. മുഹമ്മദ് അബ്ദുൽ വഹാബ് ഹംബലി മദ്ഹബുകാരനായിരുന്നു. അതുപോലെ തന്നെ മുമ്പ് കഴിഞ്ഞുപോയ ആഗോള സലഫികളുടെ നേതാക്കളായിക്കൊണ്ട് പരിചയപ്പെടുത്തപ്പെടുന്ന ഏത് നേതാക്കളും മദ്ഹബ് സ്വീകരിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ മദ്ഹബ് സ്വീകരിക്കുക, മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുക എന്നുള്ളത് ഒരു പുതിയ വാദമായിക്കൊണ്ട് ചിത്രീകരിക്കേണ്ടതില്ല. പിന്നെ എന്താണ് മദ്ഹബ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്റെ സംശയം വീണ്ടും വരുന്നത്. മദ്ഹബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിനും അതുപോലെ തന്നെ ഹദീസിനും അതീതമായിക്കൊണ്ട് മൂന്നാമത്തൊരു പ്രമാണമല്ല. ഖുർആനിലുള്ളത് എന്താണ്, ഹദീസിലുള്ളത് എന്താണ്, ഇത് കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുവാനുള്ള മാർഗമാണ് ഖുർആനും മദ്ഹബിന്റെ നിയമങ്ങൾ. അതായത് ഖുർആനിലോ ഹദീസിലോ വ്യക്തമായിക്കൊണ്ട് പറഞ്ഞ വിഷയമാണെങ്കിൽ പിന്നീട് അവിടെ ഗവേഷണം, മദ്ഹബ് എന്ന വിഷയം കടന്നു വരുന്നില്ല. ഖുർആനിലും ഹദീസിലും കൃത്യമായി വ്യക്തമായി പരാമർശിക്കപ്പെടാത്ത വിഷയങ്ങളാകുമ്പോൾ ഗവേഷണ യോഗ്യരാകുന്ന ഇമാംമാരുടെ, പണ്ഡിതന്മാരുടെ ഗവേഷണം ആ ഭാഗത്ത് ആവശ്യമാകും. ഇങ്ങനെ ഗവേഷണം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആലിമീങ്ങൾക്കിടയിൽ, ഉലമാഇനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഈ വ്യത്യാസങ്ങളാണ് മദ്ഹബുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസമായിക്കൊണ്ട് നിലനിൽക്കുന്നത്. ഇത് മദ്ഹബിന്റെ ഇമാംമാർക്കിടയിൽ മാത്രമല്ല, ബഹുമാനപ്പെട്ട 4 മദ്ഹബിന്റെ ഇമാംമാർക്കിടയിൽ മാത്രമല്ല, സഹാബിമാരുടെ കാലത്ത് പോലും ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും നമുക്ക് പറയാനുള്ളത്, മദ്ഹബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിന്റെയും ഹദീസിന്റെയും അത് രണ്ടിനെയും വിട്ടുകൊണ്ടുള്ള ഒരു മൂന്നാമത്തെ പ്രമാണമല്ല അത്. മറിച്ച് ഖുർആനിന്റെ ഹദീസിന്റെ പ്രായോഗികമായ രൂപങ്ങൾ, അതിൽ നിന്ന് സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെയാണ് അതിന്റെ നിയമങ്ങൾ ഉൾക്കൊള്ളുവാനും പ്രവൃത്തിയിൽ കൊണ്ടുവരാനും സാധിക്കുക എന്നതിന്റെ പ്രായോഗികമായ രൂപമാണ് മദ്ഹബിലൂടെ ലഭിക്കുന്നത്. അതല്ലാതെ ഖുർആനിനും ഹദീസിനും വിരുദ്ധമായ ഒന്നല്ല. ഖുർആനിനും ഹദീസിനും വിരുദ്ധമായ ഒന്നാണ് മദ്ഹബ് എന്ന് വരുമ്പോഴേ ബഹുമാനപ്പെട്ട സഹോദരന്റെ ആ സംശയം പ്രസക്തമാകുന്നുള്ളൂ. ഒരു പണ്ഡിതൻ ഖുർആനെ വിശദീകരിക്കുന്നത് പോലെ, അതുപോലെ തന്നെ ഒരു ആലിം ഹദീസിനെ വിശദീകരിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അതുപോലെയുള്ള മറ്റ് ഇമാമന്മാർ ഖുർആനെയും ഹദീസിനെയും വിശദീകരിച്ചു തന്നു. ഇതാണ് മദ്ഹബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാമല്ലോ, ഖുർആനെ കുറിച്ചും ഹദീസിനെ കുറിച്ചും വേണ്ടത്ര വിവരമില്ലാത്ത ആളുകൾ തീർച്ചയായും അവർക്ക് ആലിമീങ്ങൾ പറഞ്ഞത് അനുസരിക്കേണ്ടി വരും. മദ്ഹബ് സ്വീകരിക്കുക, അതല്ലെങ്കിൽ ഒരു ഇമാം പറഞ്ഞത് സ്വീകരിക്കുക എന്നുള്ളത്
എന്തുകൊണ്ട് ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നു, ചർച്ചയാക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. യഥാർത്ഥത്തിൽ ഏതൊരു മനുഷ്യനും ജീവിക്കുമ്പോൾ പലപ്പോഴും പല വിഷയങ്ങളിലും മറ്റുള്ളവർ പറഞ്ഞത് അംഗീകരിക്കേണ്ടി വരും. അതൊരിക്കലും തെളിവിന്റെ അടിസ്ഥാനത്തിലാവുകയില്ല, വ്യക്തമായ പ്രത്യക്ഷത്തിലുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലാവുകയില്ല. ഏതൊരു വിഷയമാണെങ്കിലും മനുഷ്യന്റെ നിത്യജീവിതത്തിൽ വരെ ഏതൊരു കാര്യത്തിലും മറ്റുള്ളവർ പറഞ്ഞത് അംഗീകരിക്കേണ്ടി വരുന്ന, അതിന് വിശ്വസിക്കേണ്ടി വരുന്ന, അതിനംഗീകരിച്ചുകൊണ്ട് പലതും ചെയ്തു വരുന്ന ഒരു സ്ഥിതിയാണ് മനുഷ്യ ജീവിതത്തിൽ മുഴുക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് അറബ് ഭാഷ നാം പരിശോധിക്കുക, അതല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ നാം പരിശോധിക്കുക. ഒരു ഭാഷയിൽ ഒരു വാക്ക്, ആ വാക്കിന് ഇന്നാലിനർത്ഥം, ഇതെങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്? ആ ഭാഷയിലെ ഡിക്ഷണറിയെ അംഗീകരിച്ചുകൊണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ്, അത് സഹീഹുൽ ബുഖാരിയിൽ നിന്നോ മറ്റേതെങ്കിലും ഹദീസിന്റെ കിതാബുകളിൽ നിന്നോ നാം എടുക്കുമ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? അത് ഇമാം ബുഖാരി അംഗീകരിച്ചതുകൊണ്ട്, സഹീഹുൽ ബുഖാരി അംഗീകരിച്ചതുകൊണ്ട്. അതല്ലെങ്കിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രചിച്ച ആ സഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥമാണ് നമ്മുടെ മുന്നിലുള്ള ഗ്രന്ഥം എന്ന് നാം അംഗീകരിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ ചുരുക്കത്തിൽ മദ്ഹബിന്റെ വിഷയത്തിൽ മാത്രമല്ല, മറ്റേത് വിഷയങ്ങളാണെങ്കിലും മറ്റുള്ളവരെ അംഗീകരിക്കാതെ, അതല്ലെങ്കിൽ വിവരമുള്ള ആളുകൾ പറഞ്ഞത് സ്വീകരിക്കാതെ സ്വതന്ത്രമായ നിലപാട് എന്ന രീതിയിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുകയില്ല. അത് ഏത് വിഷയത്തിലാണെങ്കിലും ശരി. പിന്നെ മദ്ഹബിന്റെയും തഖ്ലീദിന്റെയും വിഷയത്തിൽ മാത്രം അത് ഇത്രമാത്രം ചർച്ചയാക്കേണ്ടതില്ല. ചുരുക്കത്തിൽ മദ്ഹബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രായോഗിക രൂപമാണ്, വിശദീകരണമാണ്. അതല്ലാതെ ഖുർആനിനും ഹദീസിനും വിരുദ്ധമായ മൂന്നാമത്തെ ഒന്നല്ല. ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും നമുക്ക് ബഹുമാനപ്പെട്ട സഹോദരന്റെ സംശയത്തിന് മറുപടിയായിക്കൊണ്ട് പറയാനുള്ളത്. പ്രായോഗിക രൂപം എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഒരു പ്രായോഗിക രൂപം കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഉദാഹരണത്തിന് ഇപ്പൊ ഇമാം ഷാഫിയുടെ ഒരു ചില വിഷയങ്ങൾ എടുക്കുമ്പോൾ നമുക്കവിടെ സുന്നത്ത് നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇമാം ഷാഫി അംഗീകരിക്കുന്ന ഒരു കാര്യം പോലും കേരളത്തിൽ ഷാഫി ഇമാമിന്റെ അനുയായികളായ പലരും ചെയ്യുന്നില്ല. കാരണം അസ്ലാത്ത് ഖൈറു മിനന്നൗം അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല എന്ന് പോലും എഴുതി വെച്ചിട്ടുണ്ട് ഗ്രന്ഥത്തില്. അപ്പൊ അതിന്ന് തുടർന്ന് എന്താണ് ഷാഫി മദ്ഹബ്? ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു മസലയിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു, അതല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം? ഇതൊന്നും കേവലം ചില പരിഭാഷകളെ കൊണ്ട് മാത്രം മനസ്സിലാക്കേണ്ടുന്ന വിഷയമല്ല. തീർച്ചയായും ഉസൂലുൽ ഫിഖ്ഹിലും അതുപോലെ തന്നെ ഇൽമുൽ ഫിഖ്ഹിലും വ്യക്തമായ മാനദണ്ഡങ്ങളും സാങ്കേതിക നിയമങ്ങളും വിശദീകരണങ്ങളും അതിനുണ്ട്. വെറും പരിഭാഷകളെ കൊണ്ട് മാത്രം സമീപിക്കുമ്പോൾ സംഭവിക്കുന്ന അബദ്ധങ്ങളാണിതെല്ലാം. അതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് പറയാനുള്ളത്, മദ്ഹബിനെ ഒഴിവാക്കിക്കൊണ്ട്, അംഗീകരിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ഇമാമിനെ അനുകരിക്കൽ ഒഴിവാക്കിക്കൊണ്ട് ഒരു മനുഷ്യന് പരിപൂർണമായി ഖുർആനിനെയും ഹദീസിനെയും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല. ഏതൊരു വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇതുകൊണ്ടാണല്ലോ വഹാബി നേതാവാകുന്ന മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന ഫിഖ്ഹിന്റെ പരിണാമം എന്ന പുസ്തകം, ആ പുസ്തകം പഴയ പുസ്തകമല്ല, പുതിയ പുസ്തകം തന്നെയാണ്. ആ പുസ്തകത്തിന്റെ 131 പേജിൽ ഇങ്ങനെ എഴുതി കാണാം: എന്നാൽ വഹാബി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ഇബ്ൻ അബ്ദുൽ വഹാബ് ഹംബലി മദ്ഹബിന്റെ ഫിഖ്ഹ് അനുധാവനം ചെയ്തിരുന്ന ആളും അദ്ദേഹത്തിന്റെ അനുയായികളും ഇന്നും അങ്ങനെ ചെയ്യുന്നവരാകുന്നു. ചുരുക്കത്തിൽ മദ്ഹബ് സംബന്ധമായിക്കൊണ്ട് ഒരു തർക്കം ഇവർക്കാർക്കും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഹമ്മദ് അബ്ദുൽ വഹാബ് ഹംബലി മദ്ഹബ് അനുധാവനം ചെയ്തിരുന്ന ആളാകുന്നു എന്ന് ഫിഖ്ഹിന്റെ പരിണാമം എന്ന KNMന്റെ പുസ്തകത്തിന്റെ 131 പേജിൽ എഴുതിയിരിക്കുന്നു. അതായത് ഒരു അംഗീകരിക്കപ്പെടുന്ന വിവരമുള്ള ആളുകളെ സ്വീകരിക്കുക, വിവരമുള്ള ആളുകളെ അനുകരിക്കുക, ഇതാണ് മദ്ഹബ് സ്വീകരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഏതൊരു വിഷയത്തിലും നമുക്ക് അനിവാര്യമാകും. ഒരു ഖുർആനിന്റെ പരിഭാഷ, അതല്ലെങ്കിൽ ഒരു ഹദീസിന്റെ വ്യാഖ്യാനം, ഒരു ഹദീസിന്റെ വ്യാഖ്യാനം നാം വായിക്കുമ്പോൾ, അതിന്റെ പരിഭാഷ നാം വായിക്കുമ്പോൾ ഈ അറബി മൂലത്തിന് ഇന്ന പരിഭാഷയാണുള്ളത്, അതിന് ഇന്ന വ്യാഖ്യാനമാണുള്ളത് എന്ന് ഒരു വിവരമുള്ള ആള് പറഞ്ഞു സ്വീകരിക്കുന്നു. യഥാർത്ഥത്തിൽ മദ്ഹബിൽ തഖ്ലീദിനെയും ഇമാമുമാരെ അനുകരിക്കലിനെയും എതിർക്കുന്ന വഹാബികളും മറ്റൊരർത്ഥത്തിൽ ഇത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം സുന്നികൾ അവരുടെ ഇമാമുമാർ പറഞ്ഞത് സ്വീകരിക്കുന്നു, വഹാബികളാവട്ടെ അവരുടെ മൗലവിമാർ പറഞ്ഞത് സ്വീകരിക്കുന്നു. രണ്ടും തത്വത്തിൽ തഖ്ലീദ് തന്നെയാണ്. ചുരുക്കത്തിൽ വിവരമുള്ള ആളുകൾ പറഞ്ഞത് സ്വീകരിക്കുക, വിവരമില്ലാത്ത ആളുകൾ വിവരമുള്ള ആളുകൾ പറഞ്ഞത് സ്വീകരിക്കുക, ഇതാണ് മദ്ഹബ് സ്വീകരിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും
സമയം വളരെ വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മൈക്കെടുത്ത് ചോദിക്കുക. ഇപ്പോ ഇന്ത്യൻ ടൈം 2 മണിയോളം, രാത്രി 2 മണിയോളം ആയിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് മൈക്കെടുത്ത് ചോദിക്കണം. ക്ഷമിക്കണം ഇത്രയും വൈകിയ സമയത്ത് ബുദ്ധിമുട്ടിച്ചതിൽ. എന്റെ ചോദ്യം ഇതാണ്, മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഉദാഹരണത്തിന് ഇമാം അനഫി മദ്ഹബുകാർ അല്ലെങ്കിൽ ഇമാം ഷാഫി മദ്ഹബ്, ഇമാം അനഫിയെ പിൻപറ്റുമ്പോൾ പല സുന്നത്തുകളും ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരും. അതേ സ്ഥാനത്ത് അതുപോലെ ഇമാം ഷാഫി, ഇപ്പൊ ഉദാഹരണത്തിന് നമസ്കാരത്തിൽ 4 തക്ബീറത്തുൽ ഇഹ്റാം, അതായത് കൈ ഉയർത്തുന്നത് മറ്റു പല മദ്ഹബുകളിലും ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ യഥാർത്ഥത്തിൽ ഇത് വളരെയധികം ശരിയായ ഹദീസുകളിൽ ഉള്ളതുമാണ്. അപ്പൊ ആ രീതിയിൽ അതിനെ പിൻപറ്റുമ്പോ ഷാഫി മദ്ഹബുകാർക്ക് ആ സുന്നത്ത് ലഭിക്കുന്നു. അതേ സ്ഥാനത്ത് ഹനഫി ഹംബലി മദ്ഹബുകാർക്ക് അത് ലഭിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുപാട് സുന്നത്തുകൾ തന്നെ ഈ മദ്ഹബിനെ അന്ധമായി അനുകരിക്കുന്നതിന്റെ പേരിൽ നഷ്ടപ്പെടുകയല്ലേ സംഭവിക്കുന്നത്? 2 വിഷയങ്ങളാണ് 100% സുന്നി ഇവിടെ ഉന്നയിച്ചത്. ഒന്ന്, മദ്ഹബുകൾ സ്വീകരിക്കുന്നതിലൂടെ സുന്നത്തുകൾ നഷ്ടപ്പെടുന്നു. മറ്റൊന്ന്, മദ്ഹബിൽ സ്ഥിരപ്പെട്ട നിയമങ്ങൾക്കെതിരിൽ സഹീഹായ ഹദീസുകളിൽ കാണുന്നുണ്ട്. ഈ 2 വിഷയങ്ങളാണ് ആ സഹോദരൻ ഇവിടെ ചോദിച്ചത്. ഈ 2 വിഷയങ്ങളിലും നമുക്ക് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒന്ന്, മദ്ഹബ് സ്വീകരിക്കലിലൂടെ പല സുന്നത്തുകളും നഷ്ടപ്പെടുന്നു. ബഹുമാനപ്പെട്ട സഹോദരനോട് ചോദിക്കട്ടെ, മദ്ഹബ് സ്വീകരിക്കുന്നതിലൂടെ പല സുന്നത്തുകളും നഷ്ടപ്പെടുന്നു എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. സുന്നത്ത് എന്നതിന്റെ വിവക്ഷ എന്താണ്? ഞാൻ തിരിച്ചു ചോദിക്കുകയല്ല, പക്ഷെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തിരിച്ചും ചിലപ്പോഴൊക്കെ ചോദിക്കേണ്ടി വരുമല്ലോ. പലപ്പോഴും വഹാബികൾക്ക് എന്നല്ല എപ്പോഴും വഹാബികൾക്ക് സംഭവിക്കാറുള്ള വിഷയമാണ് സാങ്കേതിക വാക്കുകളെ കേവലം പരിഭാഷകളെ കൊണ്ട് പരിമിതപ്പെടുത്തിക്കൊണ്ട് വിശദീകരിക്കുക എന്നുള്ളത്. ആ മദ്ഹബ് സ്വീകരിക്കുന്നതിലൂടെ പല സുന്നത്തുകളും നഷ്ടപ്പെടുന്നു എന്നാണ് സഹോദരൻ പറഞ്ഞത്. ഈ സുന്നത്ത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പരിഭാഷയല്ല ഞാൻ ചോദിച്ചത്. സുന്നത്ത് എന്നതിന് ഇസ്ലാമിക ശരീഅത്തിൽ സാങ്കേതികമായ അർത്ഥം എന്താണ്? അതിന് കൃത്യമായി പ്രമാണങ്ങളെ കൊണ്ട് വിശദീകരിക്കണം. സുന്നത്ത് എന്നതിന്റെ മദ്ഹബ് സ്വീകരിക്കുന്നതിലൂടെ പല സുന്നത്തുകളും നഷ്ടപ്പെടുന്നു എന്ന് സഹോദരൻ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, സുന്നത്ത് എന്നതുകൊണ്ട് എന്താണ് വിവക്ഷിക്കപ്പെടുന്നത്? പരിഭാഷയല്ല ഞാൻ ചോദിച്ചത്. ചര്യ, മാർഗം, വഴി എന്നെല്ലാം പരിഭാഷ നിങ്ങൾ പറഞ്ഞേക്കാം. അത് പരിഭാഷയാണ്, പരിഭാഷയല്ല ഞാൻ ചോദിക്കുന്നത്. സുന്നത്ത് എന്നുള്ളത് ശരീഅത്തിലെ ഒരു സാങ്കേതിക വാക്കാണ്. അതുകൊണ്ട് ശരീഅത്തിലെ പ്രമാണങ്ങൾ പറഞ്ഞുകൊണ്ട് സുന്നത്ത് എന്ന വാക്കിനെ നിങ്ങൾ വിശദീകരിക്കുക. മറ്റൊന്ന്, മദ്ഹബിൽ സ്ഥിരപ്പെട്ട നിയമങ്ങൾക്കെതിരിൽ സഹീഹായ ഹദീസുകളിൽ കാണുന്നു എന്നാണ്. ആ ഹദീസ് സഹീഹാണെന്ന് ആര് പറഞ്ഞു? എന്റെ ചോദ്യം മനസ്സിലാക്കണം. മദ്ഹബിലെ നിയമങ്ങൾക്കെതിരിൽ സഹീഹായ ഹദീസുകളിൽ കാണുന്നു എന്നാണ്. എന്നാൽ ഇന്നാലിന്ന ഹദീസ് സഹീഹാകുന്നു എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ഈ ഹദീസ് സഹീഹാകുന്നു എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതും ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ലേ? ഒരു കിതാബിനെ തഖ്ലീദ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ലേ? ഒരു കിതാബിനെ അനുകരിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ലേ? ചോദ്യം കൃത്യമായി മനസ്സിലാക്കണം. മദ്ഹബിൽ സ്ഥിരപ്പെട്ട നിയമങ്ങൾക്കെതിരിൽ സഹീഹായ ഹദീസുകളിൽ കാണുന്നു. ഈ ഹദീസിനെ കുറിച്ച് സഹീഹാകുന്നു എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ബഹുമാനപ്പെട്ട അസ്കലാനിയുടെ ഗ്രന്ഥങ്ങളോ ഇമാം ബുഖാരിയുടെ ഗ്രന്ഥങ്ങളോ അതുപോലെയുള്ള ചരിത്രത്തിന്റെ ഉസൂലുൽ ഹദീസിന്റെ ഇൽമുൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളോ അംഗീകരിച്ചുകൊണ്ടല്ലേ, അതിനെ അനുകരിച്ചുകൊണ്ടല്ലേ ഈ ഹദീസ് സഹീഹാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അപ്പൊ ചുരുക്കത്തിൽ അവിടെയും നിങ്ങൾക്ക് തഖ്ലീദിൽ നിന്ന് അനുകരണത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പൊ ഒരു നിലക്കും തഖ്ലീദ് പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഇത്തരം വിഷയങ്ങളെല്ലാം തഖ്ലീദ് പറ്റുമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ഇത് വിശദീകരിക്കണം. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ, ചോദ്യം വിഷയം വ്യക്തമാകാൻ വേണ്ടി. മദ്ഹബിൽ സ്ഥിരപ്പെട്ട നിയമങ്ങൾക്കെതിരിൽ സഹീഹായ ഹദീസുകളിൽ കാണുന്നു എന്ന് സഹോദരൻ പറഞ്ഞു. ഹദീസ് സഹീഹാകുന്നു എന്ന് ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? ഏതെങ്കിലും ഒരു കിതാബിനെ, ഏതെങ്കിലും ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ലേ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്? അനുകരിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ലേ? ഈ 2 വിഷയങ്ങൾക്കും പ്രമാണങ്ങളെ കൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറുപടി പറയണം. കേവലം പരിഭാഷയോ മറ്റെന്തെങ്കിലും ന്യായങ്ങളോ ഒരിക്കലും നമുക്ക് ആവശ്യമില്ല. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മറുപടി പറയണം. പ്രമാണം എന്ന് പറയുമ്പോൾ ഖുർആൻ, ഹദീസ്, ഇജ്മാഉ, ഖിയാസ്, ഈ 4 കാരണം ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസുമല്ലാത്ത മറ്റ് ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചാൽ അതും ഇമാമുമാരെ തഖ്ലീദ് ചെയ്യലാണ്. അത് പാടില്ല. അതുകൊണ്ട് സുന്നത്തിനർത്ഥം പറയുക. ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടോ, ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടോ, ഇജ്മാഉ ഉദ്ധരിച്ചുകൊണ്ടോ, ഖിയാസ് ഉദ്ധരിച്ചുകൊണ്ടോ.
ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സുന്നത്തിന് നിങ്ങൾ അർത്ഥം പറഞ്ഞാൽ അത് ഇമാമിനെ തക്ലീദ് ചെയ്യലാണ്. പരിഭാഷ പറഞ്ഞാൽ അത് ഡിക്ഷണറി തക്ലീദ് ചെയ്യലാണ്. പരിഭാഷ നാം ഉദ്ദേശിക്കുന്നുമില്ല. ശർഇലെ സാങ്കേതിക വാക്കാണ് സുന്നത്ത്. അതുകൊണ്ട് സാങ്കേതികമായ അർത്ഥം പ്രമാണങ്ങളെ കൊണ്ട് നിങ്ങൾ പറയുക, തക്ലീദ് ഒഴിവാക്കിക്കൊണ്ട്, അനുകരണം ഒഴിവാക്കിക്കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണല്ലോ സുന്നത്ത് എന്ന് നമ്മള് പൊതുവെ പറയപ്പെടാറുള്ളത്. അതായത് അള്ളാഹിന്റെ റസൂൽ. ഹലോ, പൊതുവെ എന്തു പറയുന്നു എന്നതല്ല ഞാൻ ചോദിച്ചത്. എന്റെ ചോദ്യം കൃത്യമാണ്, ഞാൻ പലതവണ ആവർത്തിച്ചു. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. പൊതുവെ എന്തു പറയുന്നു എന്നതല്ല ഞാൻ ചോദിച്ചത്. പ്രമാണങ്ങളെ കൊണ്ട് സുന്നത്തിന് അർത്ഥം വിശദീകരിക്കണം. പ്രമാണങ്ങളെ കൊണ്ട്. പ്രമാണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അനുകരിക്കാത്തവരായതുകൊണ്ട്, തഖ്ലീദ് ചെയ്യാത്തവരായതുകൊണ്ട് ഖുർആൻ പരിഭാഷയല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. പൊതുവെ എന്തു പറയുന്നു എന്നതും എനിക്ക് കേൾക്കേണ്ടതില്ല. സുന്നത്ത് എന്നുള്ളത് ശർഇലെ സാങ്കേതിക ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ ശർഇൽ അതിന് ഒരു സാങ്കേതിക അർത്ഥമുണ്ട്, ദീനിൽ അതിന് സാങ്കേതിക അർത്ഥമുണ്ട്. ആ സാങ്കേതിക അർത്ഥം എന്താണെന്ന് പ്രമാണങ്ങളെ കൊണ്ട് നിങ്ങൾ വിശദീകരിക്കുക. ഏതെങ്കിലും ഇമാമിന്റെ കിതാബ് ഉദ്ധരിക്കുകയാണെങ്കിൽ അത് അനുകരണമാണ്, തഖ്ലീദാണ്, അത് പാടില്ല. സഹിഹായ ഹദീസ് എടുക്കുമ്പോൾ അതൊരു അനുകരണമായി മാറുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് വരുന്ന വ്യക്തമായ വിഷയങ്ങള്. ഹലോ, ഞാൻ ചോദിച്ച വിഷയം മനസ്സിലാക്കണം. ഈ ഹദീസ് സഹീഹാണെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു? ഇന്നാലിന്ന ഹദീസ് സഹീഹാണെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു? അവിടെയാണ് വിഷയം. സഹീഹായ ഹദീസ് എടുക്കുമ്പോൾ അനുകരണമാകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ഈ ഹദീസ് സഹീഹാണെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? അത് ഏതെങ്കിലും ഒരു കിതാബിനെ അനുകരിച്ചത് കൊണ്ടല്ലേ? ഏതെങ്കിലും ഒരു ഇമാമിനെ അംഗീകരിച്ചത് കൊണ്ടല്ലേ? ചുരുക്കത്തിൽ അനുകരണം ഒഴിവാക്കിക്കൊണ്ട് ഒരു ഹദീസ് സഹിയാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാധിക്കുമോ? എന്റെ മറ്റേ ചോദ്യവും അവശേഷിക്കുന്നു. സുന്നത്ത് എന്നതിന് സാങ്കേതിക അർത്ഥം വിശദീകരിക്കണം പ്രമാണങ്ങളെ കൊണ്ട്. ഹദീസ് സഹീഹാകുന്നു എന്ന് തഖ്ലീദ് ഒഴിവാക്കിക്കൊണ്ട്, അനുകരണം ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അത് വിവരിക്കണം. അസ്സലാമു അലൈക്കും. ഞാനൊരു സാധാരണക്കാരനാണ്, പഠിക്കാൻ വന്നതാണ്, തർക്കിക്കാൻ വേണ്ടി വന്നതല്ല. അപ്പൊ എനിക്ക് ഇത്രയും വിഷയങ്ങളും ഹദീസ് ഗ്രന്ഥങ്ങളുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ മറ്റു എല്ലാ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ട് അതിനെ വിലയിരുത്തിക്കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥം ശരിയാണെങ്കിൽ അവിടേക്ക് തിരിച്ചു വരുവാൻ ഞാൻ തയ്യാറുള്ള ആളാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതായിരുന്നു, ഇമാം ഷാഫി ഇമാം പഠിപ്പിച്ചൊരു കാര്യം, അതായത് സഹിയായ ഹദീസ്, അതിന് വിരുദ്ധമായിട്ട് തന്നെ മറ്റു മദ്ഹബിയങ്ങൾ ചെയ്യുന്നു. ഉദാഹരണം ഞാൻ പറയുകയുണ്ടായി, നമസ്കാരത്തിൽ കൈ ഉയർത്തുന്ന, തക്ബീറത്തുൽ ഇഹ്റാം ഉയർത്തുന്ന 4 തവണ, അത് 20-22ഓളം ഹദീസ് സഹിയായ ഹദീസുകൾ ഉള്ളതാണ്. അസ്ഥാനത്ത് ഹംബലി ഇമാം അല്ലെങ്കിൽ ഹനഫി മദ്ഹബുകാർ അത് ചെയ്യുന്നില്ല, വെറും തുടക്കത്തിൽ മാത്രം കൈ ഉയർത്തലുള്ള, ബാക്കിയുള്ളതില്ല. അതുപോലെ പല സുന്നത്തുകളും അവര് നമ്മൾ സുന്നത്താണെന്ന് കരുതുന്നത് ഇമാം ഷാഫി മദ്ഹബിൽ തന്നെ സഹിയായ ഹദീസുകൾ തന്നെ അവരെ പിന്തുടരുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ മദ്ഹബുകളിൽ നമ്മൾ ഏതെങ്കിലും ഒന്നില് തഖ്ലീദ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒന്നുമില്ല അവർക്ക് സുന്നത്ത് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ ഷാഫി മദ്ഹബുകാർക്ക് സുന്നത്ത് നഷ്ടപ്പെടുന്നു. ഇതാണ് എന്റെ ചോദ്യം. അല്ലാതെ നമ്മൾ വെറുതെ വിഷയത്തെ വളർത്തി മറ്റൊരു മാർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഞാൻ ചെറിയ സാധാരണക്കാരനാണ്, അപ്പൊ മനസ്സിലാവുന്ന രൂപത്തിൽ കൈകാര്യം ചെയ്ത. പ്രിയപ്പെട്ട സഹോദരനോട് പറയാനുള്ളത്, ഏതെങ്കിലും ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടോ, പ്രത്യേകിച്ച് മദ്ഹബ് വിരോധികളുടെ, വഹാബികളുടെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടോ, അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സുന്നികൾ പറയുന്ന മദ്ഹബ് എന്താണ്? സുന്നികൾ വിശ്വസിക്കുന്ന തഖ്ലീദ് എന്താണ്? ഇത് മുജാഹിദ് പറയുന്ന മുജാഹിദിന്റെ പുസ്തകങ്ങളിലൂടെ, പ്രഭാഷണത്തിലൂടെ അല്ല മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ വഹാബിസത്തെ കൃത്യമായി കൊണ്ട് സമീപിക്കുമ്പോൾ വലിയ വൈരുദ്ധ്യങ്ങളാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് വൈരുദ്ധ്യങ്ങൾ. കാരണം മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല, മദ്ഹബ് അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന വഹാബികൾ തന്നെ ഇന്നും മുജാഹിദ് സെന്ററിൽ പോയാൽ വാങ്ങാൻ ലഭിക്കുന്ന ഫിഖ്ഹിന്റെ പരിണാമം എന്ന പുസ്തകത്തിന്റെ 131ാമത്തെ പേജിൽ അവർ എഴുതിയിരിക്കുന്നു. മലയാളത്തിലുള്ള പുസ്തകം, പഴയ പുസ്തകമല്ല, പുതിയ പുസ്തകം തന്നെ. വഹാബി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഹംബലി മദ്ഹബിനെ അനുധാവനം ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അനുയായികളും ഇന്നും അങ്ങനെ ചെയ്യുന്നവരാണ്. ഇതാണ് വഹാബിസം. അപ്പൊ വഹാബികൾക്ക് ഒരിക്കലും മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുക എന്ന വിഷയത്തെ എതിർക്കാൻ അവകാശമില്ല. പിന്നെ സഹോദരൻ മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു മദ്ഹബിനെ സ്വീകരിക്കുമ്പോൾ സുന്നത്ത് നഷ്ടപ്പെടുക എന്ന വിഷയം ഉണ്ടാകുന്നില്ല. കാരണം മദ്ഹബിൽ കാണുന്ന ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ,
ഇങ്ങനെ വിവിധ അഭിപ്രായങ്ങൾ, വിവിധ വ്യാഖ്യാനങ്ങൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട ഹീൻ എന്ന വാക്ക്, ഹീൻ എന്ന ലഫ്ദ്, ഈ ഹീൻ എന്ന വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു സഹാബിയുടെ അഭിപ്രായം പറഞ്ഞു 40 വർഷം എന്നൊരു അഭിപ്രായം പറഞ്ഞു. മറ്റൊരു സഹാബിയുടെ അഭിപ്രായം പറഞ്ഞു ജീവിതകാലം മുഴുവൻ എന്ന അഭിപ്രായം പറഞ്ഞു. മറ്റൊരു സഹാബി അഭിപ്രായം പറഞ്ഞു ഏതാനും സമയങ്ങളെന്ന്. ഈ വിഷയം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് എത്തി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 3 സഹാബിമാർ ഹീൻ എന്ന വാക്കിനെ വിവിധ രൂപത്തിൽ വ്യാഖ്യാനിച്ച് ഈ വ്യാഖ്യാനങ്ങളെ നബി തങ്ങൾ ശരിവച്ചു. അപ്പൊ വ്യത്യസ്തമായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ, വിശദീകരണങ്ങൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുണ്ടായിട്ടുള്ളതാണ്. അതിനെ നബി തങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആനും അത് ശരിവെക്കുന്നുണ്ട്. ആ രൂപത്തിൽ മാത്രമേ നമുക്ക് മദ്ഹബിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കാണേണ്ടതുള്ളൂ. മാത്രമല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ അതുകൊണ്ട് ഒരിക്കലും സുന്നത്ത് നഷ്ടപ്പെടുക എന്ന വിഷയം ഉണ്ടാകുന്നുമില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ദീൻ നഷ്ടപ്പെടുകയാണെങ്കിൽ, അതല്ലെങ്കിൽ സുന്നത്ത് നഷ്ടപ്പെടുകയാണെങ്കിൽ ഇവിടെ സുന്നികളെക്കാൾ കൂടുതലായിക്കൊണ്ട് സുന്നത്ത് നഷ്ടപ്പെടേണ്ടത് മുജാഹിദുകൾക്കായിരിക്കും. കാരണം കുനൂത്തിന്റെ വിഷയമാവട്ടെ, സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന വിഷയമാവട്ടെ, തറാവീഹിന്റെ വിഷയമാവട്ടെ, അതിലെല്ലാം തന്നെ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇപ്പൊ സ്ത്രീകൾ പള്ളിയിൽ പോകൽ നിർബന്ധമാകുന്നു എന്ന് ചില മുജാഹിദ് പണ്ഡിതന്മാർ, സ്ത്രീകൾ പള്ളിയിൽ പോകൽ സുന്നത്താകുന്നു എന്ന് വേറെ ചില മുജാഹിദ് പണ്ഡിതന്മാർ, സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് മറ്റു ചില മുജാഹിദ് പണ്ഡിതന്മാർ. ഇതൊക്കെ കേരളത്തിലുള്ള പണ്ഡിതന്മാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ കുനൂത്തിന്റെ വിഷയം. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന ഒരു വിഷയം കൊണ്ട് സുന്നത്ത് നഷ്ടപ്പെടുകയാണെങ്കിൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സുന്നത്ത് നഷ്ടപ്പെടുന്നത് വഹാബികൾക്ക് തന്നെയായിരിക്കും. മാത്രമല്ല മദ്ഹബുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ ആ രൂപത്തിൽ നമുക്ക് കാണേണ്ടതില്ല. കാരണം ഖുർആൻ വ്യാഖ്യാനത്തിലും ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളെ സമീപിക്കുന്ന വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ സഹാബിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ മുഴുവനും നബി തങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് മദ്ഹബിലും കാണാൻ സാധിക്കുന്നത്. ഞാൻ DC ആയിപ്പോയെന്ന് തോന്നുന്നുണ്ട്. ഉസ്താദ് പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. ഉസ്താദ് നേരത്തെ എന്റെ ചോദ്യം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മദ്ഹബിൽ ഉറച്ചു നിൽക്കുമ്പോൾ മറ്റു മദ്ഹബുകാർക്ക് ആ സുന്നത്ത്, മറ്റു ഇമാമുകൾക്ക് കിട്ടിയ സഹിയായ ഹദീസ് നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുമല്ലോ. അതാണ് എന്റെ ചോദ്യം. അതൊന്ന് വിശദീകരിച്ച് തരാനാണ് പറഞ്ഞത്. ഞാൻ പിന്നെ ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ള ഒരാളൊന്നല്ല. ഞാൻ അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്ക് അങ്ങനെ ഇസ്ലാമികമായിട്ടുള്ള ഗ്രന്ഥങ്ങളുമായിട്ടുള്ളൊന്നും വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ പ്രഭാഷണങ്ങൾ കേട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. അതിങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നു എന്ന് മാത്രമല്ല. ഇതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അതായത് ഇമാം ഷാഫി, ഇപ്പൊ നമ്മളെല്ലാവരും, ഞാൻ ആ സുന്നത്തെടുക്കുന്ന ആളാണ്, ഞാനത് സഹിയായ ഹദീസാണെന്ന് മറ്റു പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചുകൊണ്ട് ഞാനത് ചെയ്യാറുണ്ട്. ഈ 4 തവണ കൈ ഉയർത്തുന്ന സംഭവം, അതായത് ഇവിടുത്തെ ഹനഫി, ഹംബലി മദ്ഹബ് അവരെ പിന്തുടരുന്നവർക്ക് ആ സുന്നത്ത് ലഭിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ മദ്ഹബിനെ അന്ധമായി അനുകരിക്കുമ്പോൾ സുന്നത്തുകൾ നഷ്ടപ്പെടുകയല്ലേ? ഇതാണ് എന്റെ ചോദ്യം. ഇതിനാണ് എനിക്ക് ആൻസർ ലഭിക്കേണ്ടത്. ഹദീസുകൾ സഹീഹാകുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഇത് നാം മുമ്പ് ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ സുന്നത്ത് എന്നതിന് ഒരു വിശദീകരണം അതും നാം ആവശ്യപ്പെട്ടിരുന്നു. ഏതായിരുന്നാലും തൽക്കാലം ആ വിഷയത്തിൽ നിന്ന് സഹോദരൻ മാറിയതുകൊണ്ട് ഇപ്പോൾ നാം വിഷയം വീണ്ടും ചോദിക്കുന്നില്ല. ഇവിടെ 100% സുന്നി എന്ന ഐഡിയയിലുള്ള സഹോദരൻ പറഞ്ഞു, ഞാൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങളും അധികമൊന്നും പഠിച്ചിട്ടില്ല, എന്നാലും മറ്റു പല പണ്ഡിതന്മാരുടെയും പ്രഭാഷണങ്ങളും മറ്റും കേട്ടുകൊണ്ട് സുന്നത്തുകൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സഹോദരനാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ സഹോദര, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സുന്നത്തുണ്ടെന്നും ആ സുന്നത്ത് സഹീഹാണെന്നും നിങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? നിങ്ങൾ ഒരു പ്രഭാഷകന്റെ പ്രഭാഷണമാണോ നിങ്ങൾ കേട്ടതെങ്കിൽ, ആരെയാണോ നിങ്ങൾ ആകർഷിച്ചതെങ്കിൽ ആ പ്രഭാഷകനെ, ആ മൗലവിയെ അനുകരിച്ചത് കൊണ്ടല്ലേ നിബിതങ്ങൾക്ക് അങ്ങനെ ഒരു സുന്നത്തുണ്ടെന്നും ആ സുന്നത്ത് സഹീഹാണെന്നും നിങ്ങൾ മനസ്സിലാക്കിയത്? ഇത് തന്നെയല്ലേ സഹോദര അനുകരണം, തഖ്ലീദ് എന്നുള്ളത്? വ്യക്തമായി കൃത്യമായി ആലോചിക്കണം, മനസ്സിലാക്കണം. നിങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളുമായി കൂടുതൽ ബന്ധമില്ലാത്ത വ്യക്തിയാണെന്നും എന്നാൽ പല പ്രഭാഷണങ്ങളും പണ്ഡിതന്മാരുടെ വിവരണങ്ങളും കേൾക്കാറുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ എടുക്കാൻ ശ്രമിക്കാറുമുണ്ട് എന്ന് ഇവിടെ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ ഒരു സുന്നത്തുണ്ടെന്നും ആ സുന്നത്ത് സഹീഹായ സുന്നത്താണെന്നും നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്?
നിങ്ങൾ ഏതൊരു പ്രഭാഷകന്റെ പ്രഭാഷണമാണോ കേട്ടത്, ഏതൊരു പ്രഭാഷകനിലാണോ നിങ്ങൾ ആകൃഷ്ടനായത്, ആ പ്രഭാഷകനെ വിശ്വസിച്ചതുകൊണ്ടല്ലേ, അനുകരിച്ചതുകൊണ്ടല്ലേ നബി തങ്ങൾക്ക് അങ്ങനെ ഒരു സുന്നത്തുണ്ടെന്നും ആ സുന്നത്ത് സഹിയാണെന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് തന്നെയല്ലേ തഖ്ലീദ്, അനുകരണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ പക്കൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരാകുന്ന ഇമാമുമാരെ തഖ്ലീദ് ചെയ്യലിനെ ഒഴിവാക്കിക്കൊണ്ട് കേവലം ചില മൗലവിമാരെ അതല്ലെങ്കിൽ പ്രഭാഷകരെ തഖ്ലീദ് ചെയ്യുക, അനുകരിക്കുക എന്നതല്ല അവിടെ സംഭവിക്കുന്നത്. കാരണം ഇങ്ങനൊരു സുന്നത്തുണ്ടെന്നും ആ സുന്നത്ത് സഹിയാണെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ മൗലവിമാരിലൂടെയാണല്ലോ, ഈ പ്രഭാഷകരിലൂടെയാണല്ലോ. ഇത് തന്നെയാണല്ലോ തഖ്ലീദ് എന്നുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മദ്ഹബുകൾക്കെതിരിൽ ശബ്ദിക്കുന്ന, തഖ്ലീദിനെ വിമർശിക്കുന്ന ഏത് വമ്പനാണെങ്കിലും ഒന്നിനെ തഖ്ലീദ് ചെയ്യലിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊന്നിനെ തഖ്ലീദ് ചെയ്യുന്നു എന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. തഖ്ലീദ് ഒഴിവാക്കിക്കൊണ്ട് ഒരാൾക്കും ഒരു നിലക്കും ജീവിക്കുവാനോ പ്രവർത്തിക്കുവാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്. എന്റെ ചോദ്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉസ്താദിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായി. പക്ഷെ എന്റെ ചോദ്യം അവിടെ പിന്നെയും ബാക്കി നിൽക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യുമ്പോൾ നമുക്ക് അതായത് സഹിഹാണെന്ന് വളരെ ഉറപ്പായി, അതായത് സഹിഹായ സനദ് പരമ്പര ഒക്കെ ഉണ്ടല്ലോ, ആ പരമ്പര പരിശോധിച്ചുകൊണ്ട് കൈ ഉയർത്തല്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യുമ്പോൾ സുന്നത്ത് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് വീണ്ടും പറയുന്നത്. ഇവിടെ ഹദീസിന് സഹിഹായ പരമ്പരയുണ്ടെന്നും സഹിഹായ സനദുണ്ടെന്നും ഈ ഹദീസ് കൃത്യമാണെന്നും നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ഹദീസിന് സഹിഹായ സനദുണ്ടെന്നും ഈ ഹദീസ് എല്ലാ നിലക്കും കൃത്യമാണെന്നും നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ഒന്നുകിൽ ഒരു പ്രഭാഷകനിലൂടെ, അതല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിലൂടെ. അപ്പോൾ അവിടെയും സംഭവിക്കുന്നത് എന്താണ്? നിങ്ങളൊരു പ്രഭാഷകനെ അനുകരിക്കുന്നു, ഒരു ഗ്രന്ഥത്തെ തഖ്ലീദ് ചെയ്യുന്നു. ഇതല്ലേ സഹോദര വീണ്ടും അവിടെ സംഭവിക്കുന്നത്? അതെ, ജിബ്രീൽ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ രൂപത്തിലാവുന്നെങ്കിൽ മാത്രമല്ലേ തഖ്ലീദ് ഇവിടെ ഒഴിവായി കിട്ടുന്നുള്ളൂ. ഇമാമുമാർ രേഖപ്പെടുത്തിയ നിയമങ്ങൾക്കെതിരിൽ ഹദീസുകളുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു, സഹിഹായ ഹദീസുകളുണ്ടെന്ന് പറയുന്നു. അവിടെ തന്നെയാണ് വീണ്ടും വീണ്ടും നമുക്ക് ചോദിക്കാനും അറിയാനുമുള്ളത്. ഈ ഹദീസ് സഹിഹാണെന്നും അതിന് കൃത്യമായ പരമ്പരയുണ്ടെന്നും അത് എല്ലാം കൊണ്ടും സ്വീകരിക്കപ്പെടാവുന്ന ഹദീസാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരു പ്രഭാഷകനെ, ഒരു മൗലവിയെ, അതല്ലെങ്കിൽ ഒരു പുസ്തകത്തെ, ഒരു ഗ്രന്ഥത്തെ തഖ്ലീദ് ചെയ്തുകൊണ്ടിരുന്നത്. തഖ്ലീദ് ഒഴിവാവുക എന്നൊരു സംഗതി അവിടെയും ഉണ്ടാകുന്നില്ലല്ലോ. ഇതിനെക്കുറിച്ച് എന്താ സഹോദരന് മനസ്സിലാകുന്നില്ലേ? അവിടെ യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ തഖ്ലീദ് ചെയ്യുന്നത്. കാരണം സഹിഹായ, എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം, ഇങ്ങനൊരു ഹദീസ് ഉണ്ടെന്നും ആ ഹദീസ് സഹിഹാണെന്നും അതിന് കൃത്യമായ പരമ്പരയുണ്ടെന്നും നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? വളരെ ലളിതമാണല്ലോ എന്റെ ചോദ്യം. ക്ലാസ് റൂമിലുള്ള സഹോദരന്മാർക്കെല്ലാം ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനൊരു ഹദീസ് ഉണ്ടെന്നും ആ ഹദീസ് സഹിഹാണെന്നും അതിന് ശരിയായ പരമ്പരയുണ്ടെന്നും നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു? ഇത് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലൂടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഭാഷകനിലൂടെ, ഏതെങ്കിലും ഒരു മൗലവിയിലൂടെ അല്ലേ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇത് തന്നെയല്ലേ തഖ്ലീദ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനൊരു ഹദീസ് ഉണ്ട്, ആ ഹദീസ് സഹിഹാണ്, അതിന് ശരിയായ പരമ്പരയുണ്ട് എന്ന് നിങ്ങൾക്ക് വിവരം ലഭിച്ചത് എങ്ങനെ? ആ വിവരം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ഇതാണ് നമുക്കറിയേണ്ടത്. അത് ഇതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാർ പറഞ്ഞു തരുമ്പോ തന്നെയാണല്ലോ അറിയുന്നത്. അപ്പോൾ ഉസ്താദ് എന്റെ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണല്ലോ. ഞാൻ സഹോദര, നിങ്ങൾ പറഞ്ഞല്ലോ മറ്റു പണ്ഡിതന്മാർ പറയുമ്പോഴാണ് മനസ്സിലാകുന്നത്. അത് തന്നെയാണ് തഖ്ലീദ്. മറ്റു പണ്ഡിതന്മാർ പറയുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതിന്റെ പേര് തന്നെയാണ് തഖ്ലീദ് എന്ന്. ഇനി നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല. അപ്പൊ ചുരുക്കത്തിൽ തഖ്ലീദ് ഒഴിവാക്കിക്കൊണ്ട് ശർഇനെ, സുന്നത്തുകളെ, ദീനിന്റെ നിയമങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ പറഞ്ഞു മറ്റു പണ്ഡിതന്മാർ പറയുന്നതിലൂടെയാണ് മനസ്സിലാകുന്നത് എന്ന്. അപ്പൊ അവിടെയും ഒരു പണ്ഡിതനെ തഖ്ലീദ് ചെയ്യുക എന്ന വിഷയമാണ് നടക്കുന്നത്. ഇതാണ് ശർഇയായ നിയമങ്ങളെ കരസ്ഥമാകണമെങ്കിൽ, അതിനെ പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായും ഒരു പണ്ഡിതനെ, ഒരു ഇമാമിനെ അംഗീകരിച്ചേ പറ്റൂ. അംഗീകരിക്കാതെ ഒരിക്കലും സാധിക്കുകയില്ല. ഇതാണ് നാം പറയുന്ന തഖ്ലീദും മദ്ഹബും.
അത് ഞാൻ ഇമാം ഷാഫിയെ തള്ളി പറയുന്ന ആളോ അല്ലെ ഇമാം ഹനഫി അംബലി അങ്ങനെ ഒരു ഇമാമിനെ തള്ളി പറയുന്ന വ്യക്തിയല്ല. നമ്മൾ അവരെ അംഗീകരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. പക്ഷെ എന്റെ ചോദ്യത്തിന് ഉസ്താദ് ഒരു വ്യക്തമായ മറുപടി തന്നില്ല. ഞാൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഇമാം ഷാഫിയുടെ കീഴിൽ നിന്ന് ഇമാം ഷാഫി കാണിച്ചെന്ന ഹദീസ് എടുക്കുമ്പോൾ ഇവിടെ ഹനഫികൾ ചെയ്യുന്ന പ്രകാരം നോക്കുമ്പോൾ അവർക്ക് ആ സുന്നത്ത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളെടുക്കുന്ന സുന്നത്തുകൾ ഇമാം ഷാഫി രേഖപ്പെടുത്തി വെച്ച ആ ഗ്രന്ഥത്തിൽ ആ സുന്നത്ത് നമ്മൾ പിന്തുടരുമ്പോൾ ഇവിടുത്തെ ഹനഫിയാക്കൾ അവിടെ നമ്മളെ കളിയാക്ക് പോലും ചെയ്യുന്ന ചിലരുണ്ട് ഇവിടെ. അപ്പൊ ഒരു സുന്നത്തിനെ പോലെ ഒരു പരിഹസിക്കുകയാണ്. ഈ അന്ധമായ അനുകരണം കൊണ്ടുണ്ടാകുന്ന ഒരു വിഷയമാണല്ലോ അത്. അത് രണ്ടും കൂട്ടിവെച്ചുകൊണ്ട് ഇമാം ഷാഫി തന്നെ പറഞ്ഞത് എനിക്ക് ലഭിച്ചതിൽ നിന്ന് എന്തെങ്കിലും സഹോദര, വീണ്ടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിച്ചാൽ പല സുന്നത്തുകളും നഷ്ടപ്പെടുന്നു. ഹനഫി മദ്ഹബ് സ്വീകരിക്കുമ്പോൾ പല സുന്നത്തുകളും നഷ്ടപ്പെടുന്നു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഷാഫിഈ മദ്ഹബ് സ്വീകരിക്കുമ്പോൾ സുന്നത്തുകൾ നഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഏതിന്റെ അടിസ്ഥാനത്തിൽ? ഇവിടെയാണ് സുന്നത്ത് എന്നതിന്റെ അർത്ഥം എന്താണ് എന്ന ചോദ്യം വീണ്ടും വരുന്നത്. ഷാഫിഈ മദ്ഹബ് സ്വീകരിക്കുമ്പോൾ പല സുന്നത്തുകളും നഷ്ടപ്പെടുന്നു. ഹനഫി മദ്ഹബ് സ്വീകരിക്കുമ്പോൾ മറ്റു പല സുന്നത്തുകളും നഷ്ടപ്പെടുന്നു എന്നാണല്ലോ സഹോദരൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. പല ചോദ്യങ്ങളും സഹോദരനോട് ചോദിച്ചിരുന്നു, അതിനെക്കുറിച്ചൊന്നും മറുപടിയില്ല. ചോദ്യങ്ങൾ അല്ലാതെ ചോദിക്കുമ്പോൾ ഞാൻ സാധാരണക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെറുതാവുകയും ചെയ്യും. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഷാഫിഈ മദ്ഹബ് സ്വീകരിക്കുമ്പോൾ പല സുന്നത്തുകളും നഷ്ടപ്പെടുന്നു, ഹനഫി മദ്ഹബ് സ്വീകരിക്കുമ്പോൾ പല സുന്നത്തുകളും നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ സുന്നത്ത് എന്നതിന്റെ അർത്ഥം എന്താണ്? ഞാൻ പഴയ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്, കാരണം ഇത് ആവർത്തിക്കേണ്ടി വരികയാണ്. സുന്നത്ത് എന്നതിന്റെ അർത്ഥം എന്താണ്? സുന്നത്ത് എന്നതിന് കേവലം പരിഭാഷയല്ല. ഇത് ഈ ചോദ്യം പ്രസക്തമാകുന്ന സാഹചര്യം ഇവിടെയാണ്. കാരണം ഷാഫിഈ മദ്ഹബ് സ്വീകരിക്കുമ്പോൾ പല സുന്നത്തുകളും നഷ്ടപ്പെടുന്നു, ഹനഫി മദ്ഹബ് സ്വീകരിക്കുമ്പോൾ പല സുന്നത്തുകളും നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോഴാണ് എന്താണ് സുന്നത്ത് എന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അവിടെയാണ് സുന്നത്ത് എന്ന ഈ സാങ്കേതിക വാക്കിന്റെ അർത്ഥ വിശദീകരണം പ്രസക്തമാകുന്നത്. അതുകൊണ്ട് സഹോദരൻ ആദ്യം അത് വിശദീകരിക്കുക, അതിനുശേഷം മതി ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച തുടരൽ. ഞാൻ വെറുതെ എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് സഹോദരനെ പ്രയാസപ്പെടുത്തുകയല്ല. കാരണം എന്റെ ചോദ്യം പ്രസക്തമാകുന്ന സ്ഥലം, എന്തുകൊണ്ട് എന്റെ ചോദ്യം പ്രസക്തമാകുന്നു എന്ന് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ചിലപ്പോ ആവർത്തനം അധികരിക്കുന്നത് കൊണ്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷെ വിഷയം മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഷാഫി മദ്ഹബ് സ്വീകരിക്കുമ്പോൾ പല സുന്നത്തുകളും നഷ്ടപ്പെടുന്നു, ഹനഫി മദ്ഹബ് സ്വീകരിക്കുമ്പോൾ പല സുന്നത്തുകളും നഷ്ടപ്പെടുന്നു പറഞ്ഞല്ലോ. ഷാഫി മദ്ഹബ് സ്വീകരിക്കുമ്പോൾ സുന്നത്ത് നഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അതൊരു തഖ്ലീദ് കൊണ്ടല്ലേ. ഹനഫി മദ്ഹബ് സ്വീകരിക്കുമ്പോൾ പല സുന്നത്തുകളും നഷ്ടപ്പെടുന്നു എന്നത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അതും ഒരു തഖ്ലീദ് കൊണ്ടല്ലേ. ഈ രണ്ട് വിഷയങ്ങളും കൃത്യമായിക്കൊണ്ട് പറയുക. ഒന്ന്, ഷാഫി മദ്ഹബ് സ്വീകരിക്കുമ്പോഴും ഹനഫി മദ്ഹബ് സ്വീകരിക്കുമ്പോഴും പല സുന്നത്തുകളും നഷ്ടപ്പെടുന്നു എന്ന് സഹോദരൻ പറഞ്ഞു. ഈ സുന്നത്തുകൾ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ സുന്നത്തുകൾ നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാകണമെങ്കിൽ എന്താണ് സുന്നത്ത് എന്ന് കൃത്യമായി കൊണ്ട് വിശദീകരിക്കണം. അതുകൊണ്ട് ആദ്യം സുന്നത്ത് എന്താണെന്ന് കൃത്യമായി വിശദീകരിക്കുക. അത് വിശദീകരിച്ച് അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ താല്പര്യം എന്താണെന്ന് തീരുമാനിക്കപ്പെടുമ്പോഴാണ് സുന്നത്തുകൾ നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാകൂ. അതുപോലെ തന്നെ ഈ മദ്ഹബ് സ്വീകരിക്കുമ്പോഴും ആ മദ്ഹബ് സ്വീകരിക്കുമ്പോഴും പലതും നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകുന്നു? അതും ഒരു തഖ്ലീദ് കൊണ്ടല്ലേ. അതുകൊണ്ട് തഖ്ലീദ് ഒഴിവാക്കിക്കൊണ്ട്, അനുകരണം ഒഴിവാക്കിക്കൊണ്ട് എന്തെങ്കിലും സംഗതി ഇവിടെ സാധിക്കുമോ? ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് സഹോദരൻ പറയണം. മറ്റു വിഷയങ്ങളൊന്നും വിശദീകരിക്കേണ്ടതില്ല. ഈ രണ്ട് വിഷയങ്ങളാണ് പറയേണ്ടത് എന്ന് പ്രത്യേകം. സുന്നത്തെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതും പ്രവർത്തിച്ചതും കാണിച്ചു തന്നതും മൗനാനുവാദം നൽകിയതും എല്ലാം സുന്നത്തിൽപ്പെടുമല്ലോ. ഈ സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ പിൻപറ്റുക, അത് പിൽക്കാലത്ത് മുഫസ്സിറുകൾ എഴുതി വെക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് മുഖേനയാണല്ലോ അത് നമുക്ക് ലഭിച്ചിട്ടുണ്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് ഇപ്പൊ ഇമാം ഷാഫി സുന്നത്തി എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ, പ്രവർത്തികൾ, മൗനാനുവാദങ്ങൾ, ഇതാണല്ലോ സുന്നത്ത് എന്ന് സഹോദരൻ പറഞ്ഞു. എന്താണ് ഇതിന് തെളിവ്? ഇതാണ് സുന്നത്ത് എന്നതിന് എന്താണ് തെളിവ്? സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ, പ്രവർത്തികൾ, മൗനാനുവാദങ്ങൾ, ഇങ്ങനെയാണ് പറഞ്ഞത്. ശരി, ഇതാണ് സുന്നത്ത് എന്നതിന് എന്താണ് തെളിവ്? തെളിവ് പറയുക. തഖ്ലീദ് ഒഴിവാക്കിക്കൊണ്ട് തെളിവ് പറയുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞില്ലേ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നെങ്കിൽ റസൂലുള്ളാഹിനെ പിൻപറ്റുവാൻ. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടില്ലേ റസൂലുള്ളാഹിനെ പിൻപറ്റുവാനും റസൂലുള്ളാഹിനെ അനുസരിക്കുവാനും ഫത്തബിഊനി റസൂൽ, അങ്ങനെ ഒരുപാട് ഹദീസുകളില്ലേ. ഇതെന്നാണല്ലോ സഹോദര, എന്റെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. നബി തങ്ങളെ അനുസരിക്കണം, വഴിപ്പെടണമെന്ന് ഖുർആനിൽ പറഞ്ഞോ ഇല്ലേ എന്നതല്ല ചോദ്യം. സുന്നത്ത് എന്നതിന്റെ അർത്ഥം എന്താണ് എന്നതാണ് ചോദ്യം. സുന്നത്തിന് നിങ്ങൾ അർത്ഥം പറഞ്ഞു, നബി തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദങ്ങൾ. ഇതിനെന്താണ് തെളിവ് എന്നതാണ്. നബി തങ്ങളെ അനുസരിക്കണം, നബി തങ്ങളെ ഇത്തിബാഅ് ചെയ്യണം, ഇതിന് ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അത് നമുക്കറിയേണ്ടതുമില്ല. എനിക്കിവിടെ അറിയേണ്ടത് സുന്നത്ത് എന്നാൽ അത് നബിയുടെ വാക്കാണ്, പ്രവൃത്തിയാണ്, മൗനാനുവാദമാകുന്നു എന്ന് സഹോദരൻ പറഞ്ഞു. അതിന് എന്താണ് തെളിവ്? തഖ്ലീദ് ഒഴിവാക്കിക്കൊണ്ട് അതിന് തെളിവ് പറയുക. സുന്നത്ത് എന്നാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാകുന്നു എന്ന് ഏതെങ്കിലും ആയത്തിലോ ഏതെങ്കിലും ഹദീസിലോ പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് അറിയേണ്ടത്. സൂറത്ത് ആൽ ഇംറാനിൽ തന്നെ പറഞ്ഞിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് നിങ്ങൾക്കൊരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നിങ്ങൾ ഖുർആനിലേക്ക് മടക്കൂ. സഹോദര, അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ എവിടേക്ക് മടങ്ങണം എന്നതല്ല വിഷയം. അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ എവിടേക്ക് മടക്കണം എന്നതല്ല വിഷയം. വിഷയം സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ വാക്കാണ്, പ്രവൃത്തിയാണ്, മൗനാനുവാദങ്ങളാണ് എന്ന് സഹോദരൻ പറഞ്ഞു. അതിന് തെളിവെന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യണം, എന്ത് ചെയ്യേണ്ടതില്ല, ഇതല്ല വിഷയം. അതിനാണ് നിങ്ങൾ തെളിവ് പറയേണ്ടത്. നബി തങ്ങളെ ഇത്തിബാഅ് ചെയ്യണോ, അത് ചർച്ചാ വിഷയമല്ല. തർക്കമുണ്ടാകുമ്പോൾ എന്തു ചെയ്യണം, അതും ഇപ്പോൾ ചർച്ചാ വിഷയമല്ല. സുന്നത്ത് എന്നാൽ തർക്കമുണ്ടാകുമ്പോ എന്ത് ചെയ്യണം, എവിടേക്ക് മടങ്ങണം, ഇതല്ല വിഷയം. നബി തങ്ങളെ ഇത്തിബാഅ് ചെയ്യണോ വേണ്ട, ഇതല്ല വിഷയം. സുന്നത്ത് എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് നബിയുടെ വാക്കാണ്, പ്രവൃത്തിയാണ്, മൗനാനുവാദമാകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതിന് തെളിവെന്താണ്? സുന്നത്തിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു എന്നതിന് തെളിവെന്താണ്? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിന് തഖ്ലീദ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ മറുപടി പറയണം. ഇതിന് ഉസ്താദ് ഉദ്ദേശിക്കുന്ന ഉത്തരം എന്താണെന്ന് എനിക്കറിയില്ല. ഉസ്താദ് തന്നെ ഒന്ന് പറഞ്ഞു തരിക. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഏതൊരാൾക്കും മനസ്സിലാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നിങ്ങൾ തഖ്ലീദ് ചെയ്യാൻ പാടില്ല, അനുകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സുന്നത്ത് നഷ്ടപ്പെടുന്നു എന്നും പറഞ്ഞു. ഈ സുന്നത്ത് നഷ്ടപ്പെടുന്നോ ഇല്ലേ എന്ന് തീരുമാനിക്കണമെങ്കിൽ സുന്നത്തിന്റെ അർത്ഥം എന്താണെന്നുള്ളത് കൃത്യമാക്കണം. ഈ സുന്നത്തിന് അർത്ഥം പറയുമ്പോൾ തഖ്ലീദ് ചെയ്യാൻ പാടില്ല എന്നാണല്ലോ നിങ്ങളുടെ അടിസ്ഥാന വാദം. അപ്പൊ പിന്നെ സുന്നത്തിന്റെ അർത്ഥം വിശദീകരിക്കണം, തഖ്ലീദ് ഒഴിവാക്കിക്കൊണ്ട് വിശദീകരിക്കണം എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇജ്മാഅ് കൊണ്ടോ ഖിയാസ് കൊണ്ടോ വിശദീകരിക്കണം. ഏതെങ്കിലും ഗ്രന്ഥം ഉദ്ധരിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു ഭാഷാ ഡിക്ഷണറി ഉദ്ധരിക്കുമ്പോൾ, ഭാഷാ ഡിക്ഷണറി ഇവിടെ പ്രസക്തവുമല്ല. കാരണം നാം ഒരിക്കലും ഭാഷാപരമായ ചർച്ചയല്ല അവിടെ നടത്തുന്നത്, സാങ്കേതിക അർത്ഥമാണ് നാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സുന്നത്ത് എന്നതിന് തഖ്ലീദ് ഒഴിവാക്കിക്കൊണ്ട് അർത്ഥം പറയണം. അതാണ് ഇവിടുത്തെ ആവശ്യം. ആ നബി തങ്ങളെ ഇത്തിബാഅ് ചെയ്യണോ, തർക്കമുണ്ടാകുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യണം, ഇതൊന്നും ഇവിടുത്തെ ചർച്ചാ വിഷയമല്ല. അതുകൊണ്ട് സുന്നത്ത് എന്നതുകൊണ്ട് താല്പര്യം എന്താണ്? അതിന് തഖ്ലീദ് ഒഴിവാക്കിക്കൊണ്ട്, ഇമാമുമാരെ ഒഴിവാക്കിക്കൊണ്ട്, ഗ്രന്ഥങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മറുപടി പറയുകയാണ് ആവശ്യമുള്ളത്. എന്റെ ചോദ്യം ഇത്രമാത്രം ലളിതമായും ആവർത്തിച്ച് ഞാൻ ചോദിച്ചിട്ടും മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ശ്രോതാക്കൾക്ക് എന്റെ ചോദ്യം മനസ്സിലായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല, ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ചോദ്യം വീണ്ടും ഞാൻ ഒന്നുകൂടി പറയാം. സുന്നത്ത് എന്നതിന് എന്താണ് സാങ്കേതികമായി താല്പര്യം? അത് ഏതെങ്കിലും കിതാബുകളോ ഇമാമുമാരെയോ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ പാടില്ല. അങ്ങനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോൾ അത് ആ ഇമാമിനെ, ആ ഗ്രന്ഥത്തെ തഖ്ലീദ് ചെയ്യലാണ്. തഖ്ലീദ് ചെയ്യാൻ പാടില്ല, അനുകരണം പാടില്ല എന്നാണല്ലോ നിങ്ങളുടെ വാദം, അതല്ലെങ്കിൽ വഹാബി വാദം. അതായത് ഞാൻ പറയുന്നതിന്റെ ആകെ ചുരുക്കം, തഖ്ലീദ് ഒഴിവാക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സംഗതിക്കും പറ്റുകയില്ല എന്നുള്ളതാണ്. ഇപ്പൊ മനസ്സിലായല്ലോ തഖ്ലീദ് ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാ നിലക്കും പ്രയാസപ്പെടും എന്നുള്ളത്. കാരണം ഒരു ഹദീസ് സഹീഹാണോ ഇല്ലേ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കും? ഇത് ഞാൻ ചോദിച്ചപ്പോ സഹോദരൻ അവസാനം പറഞ്ഞു അത് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കണമെന്ന്. അതെ, അതിന്റെ പേര് തന്നെയാണ് തഖ്ലീദ്. അപ്പൊ ഏത് നിലക്ക് ചിന്തിച്ചാലും ഏതെങ്കിലും ഒരു ഇമാമിനെ, ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ അനുകരിക്കാതെ
ശരീഅത്ത് നിയമങ്ങളെ പരിപൂർണമായി സ്വീകരിക്കുക എന്നുള്ളത് അസാധ്യമാണ്. ഞാൻ ഇത്രമാത്രം ആവർത്തിച്ച് ലളിതമായി കൊണ്ട് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ താല്പര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വളരെ മാന്യമായിട്ടാണ് ഞാൻ എല്ലാ റൂമിലും പെരുമാറാറ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം എനിക്ക് മൈക്ക് എല്ലായിടത്തും കിട്ടാറുണ്ട്. പിന്നെ ഞാനൊരു ചോദ്യകർത്താവാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉസ്താദ് തൊടാൻ പോലും നിൽക്കുന്നില്ല. ഞാൻ ചോദിച്ചു, ഇമാം ഷാഫിയുടെ മദ്ഹബ് പിന്തുടരുന്ന നമ്മളിന്ന് കണ്ടുവരുന്നതാണ്. ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ നമ്മൾ ഒരുപാട് പേരെ കാണുന്നതാണ്. നമ്മൾ നമസ്കരിക്കുന്ന പോലെ ആയിരിക്കില്ല പലവരും നമസ്കരിക്കുന്നത്. അത്തഹിയാത്തിലിരിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ എത്തിദാലിൽ പോകുന്നതായിക്കോട്ടെ, എല്ലാം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവരിലൊക്കെ ഒന്നുകിൽ അവർക്ക് സുന്നത്ത് സഹോദരൻ, ഞാൻ ഉള്ള UAE-ലാണ്. ഞാൻ ഉദ്ദേശിച്ചത് അറബികളല്ല, ഇവിടെ പാകിസ്ഥാനികൾ, അനഫി മദ്ഹബുകാരും അമ്പലി മദ്ഹബുകാരൊക്കെ നമ്മുടെ നമസ്കാരത്തെ അവര് കളിയാക്കി നമ്മളെ, അതായത് എത്തിദാലില് അല്ലെങ്കിൽ മറ്റൊന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദര, അതിന് പല പ്രാവശ്യം മറുപടി പറഞ്ഞു. ഏതായാലും നമ്മുടെ നിസ്കാരത്തെ അവർ കളിയാക്കുന്നു, നമ്മുടെ നിസ്കാരം ശരിയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് അല്ലെ? അങ്ങനെയും പറഞ്ഞല്ലേ? ഷാഫി മദ്ഹബുകാര, ഇപ്പൊ നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾ ഷാഫി മദ്ഹബുകാരനായ പോലെയുണ്ട്. നമ്മൾ ഷാഫികളായ നമ്മുടെ നിസ്കാരം ശരിയാണ്, അവര് നമ്മുടെ നിസ്കാരത്തെ അവർ കളിയാക്കാണ്. നമ്മുടെ നിസ്കാരം ശരിയാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടത്? അതാണ് അവിടെ. നമ്മുടെ നിസ്കാരം ഉണ്ടല്ലോ, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം എല്ലാ വക സുന്നത്തും എടുത്തുകൊണ്ടുള്ള നിസ്കാരമാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്റെ സഹോദര? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെറുതെ ഈ വിഷയത്തിൽ തന്നെ ഇങ്ങനെ ആവർത്തിച്ച് തിരിച്ചും മറിച്ചും ചോദ്യവും വിഷയം തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്ക് അറിയേണ്ടുന്ന വിഷയം വളരെ കൃത്യമായിരുന്നു. ആ കൃത്യമായ വിഷയങ്ങളൊക്കെ നാം അവരോട് ചോദിച്ചപ്പോൾ അവർക്കതിൽ നിന്ന് വ്യക്തമായ മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. ചുരുക്കത്തിൽ നാം പറയുന്നത് മദ്ഹബ് എന്നുള്ളത് ഖുർആനിനോ ഹദീസിനോ വിരുദ്ധമായ മൂന്നാമത്തെ ഒന്നല്ല, മറിച്ച് മദ്ഹബിന്റെ ഇമാമന്മാരിലൂടെയാണ്, മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിലൂടെയാണ് ഖുർആനിന്റെയും ഹദീസിന്റെയും വിവരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇമാമന്മാരെയും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളെയും ഒഴിവാക്കുകയാണെങ്കിൽ ഒരാൾക്കും ഇവിടെ ജീവിക്കുവാനോ ഇബാദത്തുകൾ ചെയ്യുവാനോ സാധ്യമല്ല. കാരണം മദ്ഹബ് നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നതും ഏതോ ചില ഗ്രന്ഥത്തെയും ഏതോ ചില ആളുകളെയും തഖ്ലീദ് ചെയ്തുകൊണ്ടാണ്. അപ്പം മദ്ഹബിന്റെ വിരോധികൾ, തഖ്ലീദ് വിരോധികൾ എന്നൊക്കെ പറയുന്നത് വെറും ഒരു അപഹാസ്യ പ്രവർത്തനങ്ങൾ മാത്രമാണത്. അതൊന്നും ഒരാൾക്കും പൂർണാർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനോ പ്രവർത്തിക്കുവാനോ സാധിക്കുന്ന വിഷയങ്ങളല്ല. ഏതൊരു സംഗതി ഇവിടെ ഒരാൾ ചോദ്യം ചെയ്യുകയാണെങ്കിലും സമർത്ഥിക്കുകയാണെങ്കിലും എന്തെങ്കിലും ചില തത്വങ്ങളോ ചില ഗ്രന്ഥങ്ങളോ അതുപോലെ തന്നെ ചില ആളുകളെയോ അംഗീകരിക്കേണ്ടി വരും. അത് തന്നെയാണ് തഖ്ലീദ് എന്ന് പറയുന്നത്. അപ്പൊ തഖ്ലീദ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനവും എന്നതാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയും ഈ ചർച്ച ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ തീരെ അർത്ഥമില്ല, പ്രസക്തമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. വരും ദിവസങ്ങളിലും നമ്മുടെ ആദർശ പഠന വേദി തുടരുവാനും അതിൽ നല്ല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.